അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഡിസ്കോഴ്സ് ഓൺ ഇസ്ലാമിസം, ഇസ്ലാം സ്റ്റേറ്റ്, ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ വർക്ക്ഷോപ്പിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയിലാണ് നാം ഇന്നുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനം എന്നത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബിയുടെ കാലം മുതൽ ഇങ്ങോട്ട് സജീവമായ ഒരു ചർച്ച തന്നെ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. കാരണം മൂവ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ അതുമായി ബന്ധപ്പെട്ട സിവിൽ സൊസൈറ്റി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മൊബൈലൈസേഷനുമായി ബന്ധപ്പെട്ട അവരുടെ മൊബിലിറ്റിയെ, ചലനാത്മകതയെ കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഒരു ആശയമാണല്ലോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് നബിയുടെ കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ അതിൻ്റെ വിവിധ ആ, ഒരു വളർച്ചയുടെ ഒരു ഗ്രാജുവൽ ഗ്രോത്തിന്റെ വിഷയം തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്. മൂവ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊരു ഗ്രാസ് റൂട്ട് ലെവൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തെ പ്രത്യേക ഒരു മിഷനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ ലക്ഷ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വളർത്തിയെടുക്കുക, അതിനാസ്പദമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുക, അതിലൂടെ ഒരു ആശയപ്രതലം ഉണ്ടാക്കുക, ഒരു ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തുക, ആ ഒരു മിഷനും ഒരു വിഷനും ലക്ഷ്യം വെച്ചുകൊണ്ട് വളർത്തിയെടുക്കുക എന്നതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു മൈന്യൂട്ട് ലെവൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ തന്നെ ഒരു മൂവ്മെന്റിനെ എങ്ങനെ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ഒരു പ്രസ്ഥാനം രൂപീകരിച്ചെന്നും അതിന് ആ ഒരു പേരിട്ടു എന്നും എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു ആദ്യകാല മുസ്ലിം സമൂഹത്തെ രൂപീകരിക്കുന്നതിലുള്ള മുഹമ്മദ് നബിയുടെ സ്ട്രാറ്റജികളെ തന്നെ അവലോകനം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് വ്യതിരിക്തമായി മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സമൂഹത്തെ വാർത്തെടുത്തത്, പ്രത്യേകിച്ച് ഒരു ഫെയ്ത്ത് ബേസ്ഡ് ആയ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുന്നതിൽ ആവശ്യമായ അനിവാര്യമായ ഘടകങ്ങൾ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അതിന് എന്തൊക്കെ ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ രൂപപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ അത് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഫോർമേഷൻ മദീനയിൽ മക്കൻ കാലഘട്ടത്തിൽ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയും എന്നാൽ മദീനയിലേക്ക് എത്തുമ്പോൾ അതിനൊരു സൊസൈറ്റിയുടെ രൂപത്തിലേക്കുള്ള ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ ഉണ്ടാവുന്നു. ആ ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ, അതുപോലെ തന്നെ ആ ഒരു മിഷൻ, ഒരു വിഷൻ എല്ലാം മുഹമ്മദ് നബിയുടെ ഈ രണ്ട് ഘട്ടങ്ങളിലും നമുക്കത് കാണുവാൻ കഴിയും. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം പിന്നീട് വന്ന സമൂഹങ്ങൾക്കിടയിലും അതായത് ഖുലഫാ റാഷിദ് എന്ന് വിളിക്കപ്പെടുന്ന ആ 30 വർഷത്തിന്റെ കാലയളവിൽ, അതിനുശേഷമുള്ള കാലയളവിലും ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിം സമൂഹം വിവിധ തരത്തിലുള്ള മൂവ്മെന്റുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും നമുക്കത് കാണുവാൻ കഴിയുന്നത് ഇഖ്വാനു സഫ പോലുള്ള ഇന്റലക്ച്വൽ ഒരു സർക്കിളാണ്. അതിനെക്കുറിച്ച് നോക്കാം. 8-9 നൂറ്റാണ്ടുകളിൽ തന്നെ മുസ്ലിം സമൂഹത്തിലുള്ള വളരെ ഡൈനാമിക്കായ, വളരെ സജീവമായ, അക്കാദമികമായി സജീവമായ ഒരു ഗ്രൂപ്പായിരുന്നു ഇഖ്വാനു സഫ. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റഡി സർക്കിൾ എന്നൊക്കെ ഇന്നത്തെ പറയുന്നത് പോലെ തന്നെ വളരെ മൈക്രോ ലെവലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു അക്കാദമികമായ ഇന്റലക്ച്വൽ ഗ്രൂപ്പിനെ രൂപപ്പെടുത്താൻ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇഖ്വാനു സഫ. പിന്നീട് നമ്മൾ ഈ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ വിവിധ ഫിഖ്ഹി ഗ്രൂപ്പുകൾ, അത് മദ്ഹബുകളിൽ നിന്നും ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഫിഖ്ഹി ഗ്രൂപ്പുകൾ, അത് പ്രധാനമായും 4 മദ്ഹബുകൾ, ഷാഫി, ഹംബലി, ഹനഫി, മാലിക്കി മദ്ഹബുകൾ. അതല്ലാതെ സാധാരണ അറബിയിൽ പറയും അൽ മദാഹിബുൽ മുൻദരിസ, കാലഹരണപ്പെട്ടു പോയ മദ്ഹബുകൾ എന്ന് പറയാറുണ്ട്. ധാരാളം മദ്ഹബുകൾ ധാരാളം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും അതൊക്കെയും കാലഹരണപ്പെടുകയും അതിന് വന്ന പല പണ്ഡിതന്മാരും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന 4 മദ്ഹബിലും, പ്രത്യേകിച്ച് ഷിഈ മദ്ഹബായി മാറ്റപ്പെട്ട ജാഫരി മദ്ഹബിലേക്കും കുടിയേറി എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ജാഫരി മദ്ഹബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം അഹ്ലുൽ ബൈത്തിലെ പ്രധാനപ്പെട്ട ജാഫർ സാദിഖാണ്. അദ്ദേഹം ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദാണ്. ആലോചിച്ച് നോക്കുക, ഇമാം അബൂ ഹനീഫയുടെ ഉസ്താദിന്റെ മദ്ഹബ് ഇന്ന് ഷിഈ മദ്ഹബായി അറിയപ്പെടുന്നു. കാരണം അദ്ദേഹം അഹ്ലു ബൈത്തിന്റെ ഒരു ഭാഗമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും പിന്നീട് ആ വീക്ഷണത്തെ ഏറ്റവും കൂടുതൽ ഏറ്റുപിടിച്ചത് അഹ്ലു ബൈത്തിന്റെയും അല്ലെങ്കിൽ അലവി ഗ്രൂപ്പുകളായിരുന്നു എന്നതുകൊണ്ടും അലി പക്ഷവാദികളായ വിഭാഗങ്ങളായിരുന്നത് കൊണ്ടും അതൊരു ഷീഈ മദ്ഹബായി മാറ്റപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത്, അത് ഷീ ആവട്ടെ സുന്നി ആവട്ടെ, ഈ തരത്തിലുള്ള വിവിധ മദ്ഹബുകളുടെ ഒരു ഫോർമേഷൻ
അത് അന്നത്തെ ഒരു മതകീയതയെ, ലീഗാലിറ്റിയെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും അതത് സമൂഹത്തെ ഗൈഡ് ചെയ്യാനുമുള്ള ഒരു മൂവ്മെന്റിന്റെ ഒരു പ്രോട്ടോടൈപ്പ് മൂവ്മെന്റുകളായിരുന്നു അത്. മറ്റൊരു തിയോളജിക്കൽ മൂവ്മെന്റ്സുകളാണ് അത്. അഖീദ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന അഷ്അരി, മാതുരീദി, മുഅ്തസിലി, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളും തിയോളജിക്കൽ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഇന്നും ഈ ഈ സൂഫി ഫിഖ്ഹി ഗ്രൂപ്പുകളാണ് ഇന്ന് ലോകത്ത് സജീവമായത്. തിയോളജിക്കൽ ഗ്രൂപ്പുകൾ ആ തരത്തിൽ അന്നുണ്ടായിരുന്നവർ അതേ ഒരു അക്ഷരം പ്രതി ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷെ അതിന്റെ ആശയങ്ങൾ പേറുന്ന പലവിധ വിഭാഗങ്ങളും ഇപ്പോൾ ഉണ്ട് താനും. എന്നാൽ സൂഫി ഗ്രൂപ്പുകൾ കുറച്ചും കൂടി ജൈവികമായ, കുറച്ചും കൂടി ഓർഗാനിക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന സോഷ്യൽ മൊബിലിറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്ത വിഭാഗങ്ങളായിരുന്നു സൂഫി ഗ്രൂപ്പുകൾ. അതായത് ത്വരീഖ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഗ്രൂപ്പുകൾ. അത് അന്നത്തെ ഉദാഹരണം ഷെരീഫ് മർദിനെ പോലുള്ള തുർക്കി സ്കോളേഴ്സുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യകാല മുസ്ലിം സമൂഹത്തിന്റെ സോഷ്യൽ മൊബിലിറ്റിയെ ലീഡ് ചെയ്തിരുന്നത് സൂഫി ത്വരീക്കത്തുകളായിരുന്നു. അതൊരു പ്രോട്ടോടൈപ്പ് മൂവ്മെന്റ്സ് എന്ന് തന്നെ നമുക്കതിനെ പറയാൻ പറ്റും. ഇതിന്റെ ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രത്യേകത, അവർ ഒരിക്കലും സ്വതന്ത്രമായി മാറി നിൽക്കുകയായിരുന്നില്ല. ആദ്യകാല ഗ്രൂപ്പുകൾ എല്ലാവരും അധികാരത്തോട് ചേർന്ന് നിൽക്കുകയും ജനങ്ങളെ അധികാരത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഭാഗങ്ങളായിരുന്നു. ഫിഖ്ഹി മദ്ഹബിലെ ഷേഖന്മാർ, മദ്ഹബിലെ പണ്ഡിതന്മാർ പലരും, പിൽക്കാലത്ത് പലരും അവിടുത്തെ ഖാദി ഖുദാത്ത്, അതായത് സുപ്രീം ജഡ്ജായിക്കൊണ്ടോ അവിടുത്തെ ന്യായാധിപന്മാരായിക്കൊണ്ടോ ജനങ്ങളുടെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തിയോളജിക്കൽ ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് മാതുരീദി, അഷരി, മുഅ്തസിലി ഗ്രൂപ്പുകൾ അടക്കം ജനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന, അധികാരവുമായി ബലാബലം നിൽക്കുന്ന വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. സൂഫി ഗ്രൂപ്പുകൾ പലപ്പോഴും, പ്രത്യേകിച്ച് ഉസ്മാനി ഖിലാഫത്തിന്റെയൊക്കെ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ബക്തഷി ഗ്രൂപ്പുകൾ, നക്ഷബന്ദി ഗ്രൂപ്പുകൾക്കൊക്കെയും ഷേഖുൽ ഇസ്ലാം പോസ്റ്റ്, അതായത് സുൽത്താൻ കഴിഞ്ഞാലുള്ള പദവിയാണ് ഷേഖുൽ ഇസ്ലാം. ആ ഒരു അധികാര വ്യവസ്ഥയിൽ നല്ല റോൾ ഉണ്ടാവുകയും അതിലൂടെ ഒരു അധികാരത്തോടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതി പണ്ടേ ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ അത് ശീലമുള്ള കാര്യമാണ്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഓറിയന്റലിസ്റ്റ് വർത്തമാനങ്ങളിൽ പലതും കാണുന്ന ഒരു കാര്യമാണ്. സിവിൽ സൊസൈറ്റി മൂവ്മെന്റുകളൊന്നും ഇസ്ലാമിക സമൂഹത്തിലില്ല. അത് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമോ അഭിപ്രായ രൂപീകരണമോ അഭിപ്രായ ഭദ്രതയോ ഒന്നും ഭരണകൂടങ്ങൾ അംഗീകരിച്ചിരുന്നില്ല, അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഓറിയന്റലിസ്റ്റ് വ്യൂ ഉണ്ട്. അത് അങ്ങനെയല്ല എന്ന് പറയാനാണ് മൂവ്മെന്റിന്റെ തുടക്കം എന്ന നിലയിൽ ആദ്യകാല മുസ്ലിം സമൂഹത്തിന്റെ ഈ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു ലക്ഷ്യം. ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആധുനിക മുസ്ലിം പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ആധുനിക മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് ഈ ആധുനികത നമ്മൾ പറയുമ്പോൾ 17-18 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ നമ്മൾ പറയുക. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആധുനികതയുടെ ലോകത്തുള്ള ഒരു മോഡേണിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും ഒരു കേഡർ സിസ്റ്റത്തെ കുറിച്ചുമുള്ള വർത്തമാനങ്ങൾ യൂറോപ്പിൽ ഉയർന്നു വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിൽ ഈ തരത്തിലുള്ള ചർച്ചയും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും സജീവമായിരുന്നു എന്ന് നമുക്ക് കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അത് ഒരു കുടുംബവാഴ്ച എന്ന നിലയിൽ പല ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്വതന്ത്രമായ ഖിലാഫത്തുകൾ രൂപപ്പെട്ട ചരിത്രം പോലും നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഈ നൈജീരിയൻ ഭാഗങ്ങളിൽ, അവിടെ 18ാം നൂറ്റാണ്ടുകളിൽ 18ാം നൂറ്റാണ്ടുകളിൽ ഖിലാഫത്ത് സ്ഥാപിച്ച ഉസ്മാൻ ദാൻ ഫോദിയോ, സൊദോക്കോ ഡൈനാസ്റ്റി, സൊദോക്കോ ഖിലാഫത്ത് എന്ന പേരിൽ ഖിലാഫത്ത് സ്ഥാപിച്ച ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ഉസ്മാൻ ദാൻ ഫോദിയോ. ഉമർ താൽ എന്ന് പറയുന്നത് തിജാനി ത്വരീഖത്ത്, സെൻട്രൽ ഏഷ്യൻ, പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തെ വളരെ സജീവമായ ഒരു സൂഫി ത്വരീഖത്താണ് തിജാനിയ ത്വരീഖത്ത്. ഷെയ്ഖ് അഹമ്മദ് തിജാനിയോട് ചേർത്തുകൊണ്ടാണ് ആ ത്വരീഖത്തുള്ളത്. ആ ത്വരീഖത്തിന് ഒരു ഷെയ്ഖായിരുന്നു ഉമർ താൽ, സീദി ഉമർ താൽ. അദ്ദേഹവും മറ്റൊരു ഖിലാഫത്തിന്റെ രീതിയിലൊരു ഭരണകൂടം സൊമാലിയൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചുണ്ടാക്കുന്നു നമുക്ക് കാണാം. അതുപോലെ തന്നെ പിന്നീട് 18ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്ക് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മഹ്ദി പ്രസ്ഥാനം, മഹ്ദിയ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും സുഡാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് മഹ്ദിയുടെ നേതൃത്വത്തിൽ മഹ്ദി സ്റ്റേറ്റ് രൂപീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയും മാസ് മൂവ്മെന്റിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലീഡർഷിപ്പിന്റെ
ഏഹ്, നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അവർ ഒരു ഷെയ്ഖിന്റെ, ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തപ്പെടുന്ന മൂവ്മെന്റുകളാണ്. ഈ മൂവ്മെന്റുകളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വ്യക്തി കേന്ദ്രീകൃതമാണ്. അതായത് ഒരു കരിഷ്മാറ്റിക് ഒരു ഫിഗറിന്റെ, പേഴ്സണയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെടുന്ന ഈ ഈ പ്രസ്ഥാനങ്ങൾ ഈ തരത്തിൽ വളരെ കരിഷ്മാറ്റിക്കായ ഒരു പേഴ്സണയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ട്, 18.5 ആ ഒരു കാലഘട്ടത്തിലൊക്കെയും മുസ്ലിം ലോകത്ത് സജീവമായിരുന്നത്. എന്നാൽ ആ, അവിടുത്തെ ഒരു പ്രത്യേകത വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. അത് അല്ലെങ്കിൽ ഒരു ഷെയ്ഖ്, ഒരു നേതാവ്, ഒരു പണ്ഡിതൻ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു ഭരണ അല്ലെങ്കിൽ ഒരു ഒരു മൂവ്മെന്റിന്റെ രീതി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. എത്രത്തോളം എന്നാൽ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അവിടെ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ അദ്ദേഹത്തിന്റെ ലോക ഇസ്ലാമിക യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം നന്നായി ശ്രമിച്ചിരുന്നു. അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അന്നത്തെ ഒരു പ്രമുഖ പണ്ഡിതനായിരുന്ന, നക്ഷബന്ദി ത്വരീഖത്തിന്റെ തന്നെ ഷെയ്ഖായിരുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസി എന്ന് പറയുന്ന പണ്ഡിതനാണ്. നൂർജുലർ എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളെ വിളിക്കുന്നത്. അതായത് അദ്ദേഹം നമുക്കറിയാമല്ലോ, തസവുഫിന്റെ ഒരു പ്രത്യേകത ഒരു ഒരു വ്യക്തി കേന്ദ്രീകൃത ഒരു സംവിധാനമാണ്. എന്നാൽ പോലും ആധുനിക തുർക്കിയിലെ ഇസ്ലാമിക നവജാഗരണത്തിന്, ഇന്നും നിലനിൽക്കുന്ന ഒരു ഇസ്ലാമികമായ മുന്നേറ്റത്തിന്, ഒരു മുസ്ലിം അസർഷന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ഈ ബദിയുസ്സമാൻ സായിദ് നൂർസിയാണ്. അദ്ദേഹത്തിന്റെ അനുയായികളാണ് പലവിധ പേരുകളിലും ഇന്ന് അവിടെ പ്രവർത്തിക്കുന്നത്. എത്രത്തോളം എന്നാൽ എ കെ പാർട്ടി, ഇപ്പൊ നിലനിൽക്കുന്ന എ കെ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് എർദോഗാൻ ആവട്ടെ, മുൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുള്ള ഗുൽ ആവട്ടെ, അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന, ഇപ്പോൾ എ കെ പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും മുൻ പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് ദാവൂദ് ഓഗ്ലു, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നന്നായി ആകർഷിച്ചത് ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന ഒരു സൂഫി ഷെയ്ഖാണ്. അദ്ദേഹവും ഈ പറയുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസിയുടെ ചിന്തകൾ ആകൃഷ്ടരാണ്. അപ്പോൾ അതായത് നൂർജുലർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വ്യക്തി കേന്ദ്രീകൃതമാണ്. ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു മൂവ്മെന്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ് നമുക്ക് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പൊ ഈ തരത്തിൽ ഇസ്ലാമിക ലോകത്ത് മൂവ്മെന്റുകൾ വ്യത്യസ്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതിന് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. അതായത് ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു മൊണാർക്കിയെ പിൻപറ്റുക എന്നതിനേക്കാളും അപ്പുറം സ്വതന്ത്രമായ ഖിലാഫത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്ന ചർച്ചകൾ പോലും ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. അത് ഒരു മൂവ്മെന്റിന്റെ അർത്ഥത്തിൽ രൂപപ്പെടുകയും പിന്നീട് അത് ഒരു ഭരണം രീതികളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം 12-13 നൂറ്റാണ്ടുകളിലാണ്. മുറാബിത്തൂൻ എന്ന് വിളിക്കപ്പെടുന്ന, അതിനുശേഷമുള്ള മുബഹിദൂൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകൾ, ഷെയ്ഖ് ഇബ്നു താഷിഫിന്റെയും ഇബ്നു തൂമറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ രണ്ട് വിഭാഗങ്ങൾ ഒരു സൂഫി പാരമ്പര്യമുള്ള വിഭാഗങ്ങളായിരുന്നു. അവർ രണ്ടുപേരും പിന്നീട് ഖിലാഫത്ത് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മുസ്ലിം ലോകത്ത് ഈ തരത്തിലുള്ള ഒരു പാരമ്പര്യം, ഒരു മൂവ്മെന്റിന്റെ പാരമ്പര്യം, അധികാരം നിലനിർത്താൻ പറ്റുന്ന ഒരു മൂവ്മെന്റിന്റെ പാരമ്പര്യം, അത് അവിടെ ശരീഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മൂവ്മെന്റിന്റെ പാരമ്പര്യം, പവർ, മാസ്, അധികാരം, അതോറിറ്റി, ലെജിറ്റിമസി, ഓതന്റിസിറ്റി, അതുപോലെ തന്നെ ജനം എന്നതിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മുസ്ലിം സമൂഹത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് നമുക്ക് പിന്നീട് 20-ാം നൂറ്റാണ്ടിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുന്നത്. 20-ാം നൂറ്റാണ്ട് പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും മുസ്ലിം ലോകം, പ്രത്യേകിച്ച് ഉസ്മാനിയ ഖിലാഫത്തും ബാക്കിയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാടുകൾ അടക്കമുള്ള എല്ലാ ഭാഗങ്ങളും കോളനിവൽക്കരിക്കപ്പെടുന്നു. അത് ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടീഷ് അടക്കമുള്ള ആ ഒരു 19-20 നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സാമ്രാജ്യങ്ങളും മുസ്ലിം സമൂഹത്തിൽ ശക്തമായി അധികാരം പിടിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായി ആ ഭാഗങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടുത്തുന്നു. റെസിസ്റ്റൻസിന്റെ ഭാഗമായി ധാരാളം പണ്ഡിതന്മാർ ഉയർന്നു വരുന്നു. അവരുടെ നേതൃത്വത്തിൽ വിവിധ
ജനങ്ങൾ, അവരെ അനുയായികൾ ശക്തമായി സംഘടിച്ചുകൊണ്ട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. എത്രത്തോളം എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ മ്യൂട്ടിനിയുമായി ബന്ധപ്പെട്ട് 1857 മ്യൂട്ടിനിയിൽ ധാരാളം പണ്ഡിതന്മാർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ, അത് വെസ്റ്റ് ബംഗാളിലാവട്ടെ, അല്ലെങ്കിൽ നോർത്തിൻ്റെ മേവാത്തില്, ബീഹാർ, UP ഭാഗങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന പല പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും ഹസ്രത് ബേഗം മഹലിനെ പോലുള്ള വിവിധ രാജ്ഞിമാരുടെ നേതൃത്വത്തിലും മുസ്ലിങ്ങൾ സംഘടിക്കുന്നത് കാണാം. അത് പലപ്പോഴും ഇസ്ലാം തന്നെ അവർക്കൊരു ഒരു ആവേശമായി മാറുന്നു. അവർ ഭരണകൂടങ്ങളായിരുന്നെങ്കിൽ പോലും ഇസ്ലാം ഒരു ആവേശമായി മാറുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളി പറയുകയാണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അത് ഇസ്ലാം ഒരു ആവേശമായി അദ്ദേഹം മുന്നിൽ വെക്കുന്നത് കാണാം. കാരണം അദ്ദേഹത്തിന്റെ രചനയിൽ പോലും തഹ്രീറുൽ അഹ്ൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്ത് സുൽബാൻ, അതായത് കുരിശുദ്ധക്കാരായ ആൾക്കാർക്കെതിരെ വിശ്വാസികളോടുള്ള ജിഹാദിന്റെ പ്രേരണ എന്ന രീതിയിൽ അദ്ദേഹം കിതാബ് എഴുതുന്നത് കാണാം. അതായത് ഒരു മുഴുവൻ സമൂഹത്തെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടിട്ടുള്ള, അതായത് ഹിന്ദുക്കളുടെ തന്നെ സഹായത്തോടു കൂടി പൊതുശത്രുവിനെ എതിർക്കുന്ന, കുരിശുദ്ധക്കാരെ എതിർക്കുന്ന ഒരു ഫത്വ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പേരക്കുട്ടി സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും കൊടുക്കുന്നത് കാണാം. ഇതൊക്കെയും സമൂഹങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതികളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. അങ്ങനെയാണ്, അതായത് റെസിസ്റ്റൻസിന്റെ ഭാഗമായി സംഘടനകൾ രൂപപ്പെടുന്നു. അതിൻ്റെ കൂടെ തന്നെ റെസിസ്റ്റൻസ് മാത്രമല്ല, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന പല ഖുറാഫാത്ത്, ബിദഅത്ത് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇന്നോവേഷൻസും, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഫ്രെയിംവർക്കിൽ നിന്ന് ഡേവിയേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ച് അതിനെ ജനങ്ങളെ തെറ്റിതിരുത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആ ഒരു വരവിനെ നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. 18-ാം നൂറ്റാണ്ട് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിൽ ഷാവൽദ ദഹ്ലവിയുടെ ഒരു കോൺട്രിബ്യൂഷനും 18-ാം നൂറ്റാണ്ടിൽ പശ്ചാത്തലത്തിൽ നമുക്കത് ചേർത്ത് വായിക്കാൻ കഴിയും. ഈ പശ്ചാത്തലങ്ങളെല്ലാം ശരീഅത്തിന്റെ ഒരു ഓതന്റിസിറ്റി, ശരീഅത്തിന്റെ അതോറിറ്റി, മുസ്ലിം സമൂഹത്തിന്റെ ഐഡന്റിറ്റി, മുസ്ലിം സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ അസേർഷൻ, ഇതെല്ലാം സംസാരിച്ചു കൊണ്ടായിരുന്നു ഈ പറയുന്ന മൂവ്മെന്റുകളെല്ലാം ഉണ്ടായിരുന്നത്. ഇതേ രീതി തന്നെയാണ് 20-ാം നൂറ്റാണ്ട് പശ്ചാത്തലത്തിലും സംസാരിക്കുന്നത്. അത് അപ്പോഴാണ് നമുക്ക് പാൻ ഇസ്ലാമിക് മൂവ്മെന്റുകൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട അതിൻ്റെ നേതാക്കന്മാരായ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുൽ റഷീദുള്ളയുടെ ചിന്തകൾ, അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം, ഇന്ത്യയിലും കേരളത്തിലും അലയൊടിച്ച ഖിലാഫത്ത് മൂവ്മെന്റുകളൊക്കെയും റെസിസ്റ്റൻസിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന മാസ് മൂവ്മെന്റ് ആണ്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഒരു സ്ട്രക്ചറൽ ഒരു ഒരു രീതിയിലേക്ക് വരുന്നത് അത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ നിന്നാണ് നമ്മൾ മോഡേൺ മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത്. 1928 ഷെയ്ഖ് ഹസനുൽ ബന്ന മുസ്ലിം ബ്രദർഹുഡ് കുറച്ച് അനുയായികളുടെ നേതൃത്വത്തിൽ അദ്ദേഹം രൂപീകരിക്കുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ പ്രധാന ഐഡിയ ആയി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിന്റെ ഒരു കോംപ്രഹെൻസീവായ ഒരു സിസ്റ്റം എന്ന നിലയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായൊരു ഒരു ആശയം അദ്ദേഹം എഴുതി സമർപ്പിക്കുന്നത് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, നഹ്നു ദഅവത്തുൻ സലഫിയ. ഇഖ്വാന്റെ മുഴുവൻ ഐഡിയ എന്നത് പറയുന്ന ഒരു മുഴുവൻ ഒരു വാചകം ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത്, ഞങ്ങള് ദഅവത്തുൻ സലഫിയ, സലഫി പ്രബോധന രീതിയാണ്. അതായത് അത് സലഫി എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ ശരിയായ തനതായ രീതിയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന, തൗഹീദിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു പ്രബോധന മാർഗമാണ് ഞങ്ങളെന്നാണ്. രണ്ടാമത് പറയുന്നത് ത്വരീഖ സുന്നിയ, അതായത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പേറുന്ന ഒരു മാർഗമാണ് ഞങ്ങളുടേത്. മൂന്നാമത് പറയുന്നത് ഹഖീഖ സൂഫിയ, തസവുഫിന്റെ ആശയം പിൻപറ്റുന്ന യാഥാർത്ഥ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം സലഫി എന്ന് വിളിക്കപ്പെടുന്ന തൗഹീദി പ്രബോധനത്തെ കുറിച്ച് പറയുന്നു. ഈ ആധ്യാത്മിക വിഷയത്തെ ഉൾക്കൊള്ളുന്ന ഹക്കീക്കത്തിനെ, തസവുഫിന്റെ ഹക്കീക്കത്തിനെ കുറിച്ച് പറയുന്നു. അതിന്റെ കൂടെ പിന്നെ പറഞ്ഞു ഹൈ ആ സിയാസിയ, അദ്ദേഹം ഇഖ്വാനെ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബോഡിയാണെന്നുള്ളതാണ്. ജമാ റിയാദിയ, ഇത് വളരെ ഡൈനാമിക് ആയ ഒരു സംഘടനയാണ്. റവാബിത്തുൻ ഇൽമിയ സഖാഫിയ, ഇത് അദ്ദേഹം പറയുന്നത് ഇതൊരു സാംസ്കാരികമായ അതുപോലെ തന്നെ വൈജ്ഞാനികമായ എപ്പിസ്റ്റമോളജിയൊക്കെ അടക്കുന്ന ഒരു സംഘമാണ് ഞങ്ങളുടേത്. ഷിർക്കത്തുൻ ഇഖ്തിസാദിയ, ഇതൊരു സാമ്പത്തികമായ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു സംവിധാനമാണ്. ഫിക്ര ഇജ്തിമാഇയ, ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു ചിന്തയാണ്. അത് ആലോചിച്ച് നോക്കുക, ഇദ്ദേഹം പറയുന്ന ഈ പദങ്ങളെല്ലാം
ഒരു ഇസ്ലാമിൻ്റെ ഒരു കോംപ്രഹെൻസീവായ ഒരു ഐഡിയയെ ഇഖ്വാന്റെ രൂപത്തിൽ സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ അവർ ഇസ്ലാം ഹുവൽ ഹല്ല്, ഇസ്ലാം ഈസ് ദ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം ബ്രദർഹുഡിനെ അദ്ദേഹം ഒരു സിംഗിൾ പാർട്ടി എന്ന രീതിയിലാണ് സമീപിക്കുന്നത്. എല്ലാവരും ഇഖ്വാൻ മുസ്ലിമിന്റെ ഐഡിയയിലേക്ക് വരികയും അതനുസരിച്ച് രൂപപ്പെടുന്ന ഒരു സിംഗിൾ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ ഷെയ്ഖ് ഹസൻ ബന്നയുടെ രക്തസാക്ഷ്യത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ, ഈ പ്രത്യേകിച്ച് ഇഖ്വാൻ മുസ്ലിം തന്നെ, വ്യത്യസ്തമായ ആൾക്കാരുടെ രംഗപ്രവേശനം ഉണ്ടാവുന്നു, പുതിയ ചിന്താഗതികൾ രൂപപ്പെടുന്നുണ്ട്, അവരുടെ ഗ്രാജുവലായ ഗ്രൗത്ത് രൂപപ്പെടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചുള്ളത് സയ്യിദ് കുത്തുബിനെ പോലുള്ളവരുടെ ആഗമനമാണ്. അദ്ദേഹത്തിന്റെ ജാഹിലിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ക്രിട്ടിക്കായി കാണുകയും, എന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈജിപ്റ്റ് എന്ന് പറയുന്നത് ആദ്യകാലത്തിൽ ഫ്രാൻസിന്റെയും പിന്നീട് ബ്രിട്ടീഷിന്റെയും ഈ കോളനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അവരുടെ ചിന്തയിൽ വളരെ സജീവമായിരുന്നു. കുത്തുബ് സഹോദരന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് കുത്തുബും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു പദമാണ് വെസ്റ്റോക്സിക്കേറ്റഡ് ആയ, വെസ്റ്റിൽ ഉന്മത്തരായ ആൾക്കാർ എന്ന് ഈജിപ്ഷ്യൻ സമൂഹത്തെ അവർ ശരിക്കും വിമർശിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഫ്രഞ്ച് സാഹിത്യം, ബ്രിട്ടീഷ് സാഹിത്യം, അവരുടെ ജീവിത രീതികൾ, ഭക്ഷണം, വസ്ത്രം, അവരുടെ മുഴുവൻ ആശയങ്ങളും പകർത്തിയെടുക്കുന്ന ഒരു സമൂഹമായിരുന്നപ്പോൾ സ്വാഭാവികമായും ജാഹിലിയ എന്ന് പറയുന്ന പദത്തെ ഉപയോഗിച്ചുകൊണ്ട്, അജ്ഞത അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന ആ പദത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തെ വിമർശിക്കുന്നത് സയ്യിദ് കുത്തുബ് എന്തായാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ അൽ അദാല അൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിച്ച ആളും കൂടാണ് സയ്യിദ് കുത്തുബ്. എന്നാൽ ഇഖ്വാൻ മുസ്ലിമിന്റെ ഒരു ഐഡിയോളജി എന്ന രീതിയിലേക്ക് വരുന്നതോടുകൂടി ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഡെമോക്രസി എന്ന പേരിൽ വെസ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്ന ഒരു ചർച്ചയെ ശക്തമായി വിമർശന വിധേയമാക്കുന്നത് കാണാം. കാരണം ഈ ഇസ്ലാം എന്നത് ഒരു സൊല്യൂഷനായി മാറുമ്പോൾ സ്വാഭാവികമായും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മറ്റുള്ള ചിന്താധാരയെ ശക്തമായി വിമർശന വിധേയമാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹുവിന്റെ അപ്രമാദിത്വം ഉണ്ടാവണം. പക്ഷെ അതേസമയം തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ അദ്ദേഹം എതിർക്കുന്നതും നമ്മൾ കാണുന്നില്ല. പക്ഷേ സംഭവിച്ചത്, മുസ്ലിം ബ്രദർഹുഡിൽ തന്നെ ഈ ഒരു ആശയത്തെ വേണ്ട വിധം മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഈ വിഘടിച്ചു പോവുകയും അവർ ജമാഅൽ ഇസ്ലാമി എന്നൊക്കെ പേരിൽ ഒരു തീവ്ര വിഭാഗമായി രൂപപ്പെടുകയും ചെയ്തപ്പോൾ ഹസൻ ഹുദൈബിനെ പോലുള്ള പണ്ഡിതന്മാർ ദുആത്തുൻ ലാ ഖുലാത്ത് എന്ന് പറയുന്ന ഒരു രചന നിർവഹിക്കുന്നുണ്ട്. നമ്മൾ പ്രബോധകരാണ്, നമ്മൾ ന്യായ വിധികർത്താക്കളല്ല. അങ്ങനെ ആ ഒരു രചനയിലൂടെ ശക്തമായ വിമർശനം നടത്തുകയും ഈ പിരിഞ്ഞു പോയ പല ചെറുപ്പക്കാരും തിരിച്ച് ഇഖ്വാനിലേക്ക് വരുന്നതും നമുക്ക് കാണാം. അതായത് ഞാൻ പറയുന്നത്, ഒരുപാട് ചിന്തകൾ വ്യത്യസ്തമായ ആൾക്കാർ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ്. ഇഖ്വാൻ മുസ്ലിമിന്റെ മറ്റൊരു പ്രത്യേകത, ഏത് പ്രദേശത്താണ് ഇവരുള്ളത് അതനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ സലഫി ആശയങ്ങൾ വ്യാപകമായ പ്രദേശങ്ങളിൽ സലഫി മെത്രോളജി ഉള്ള ഇഖ്വാനികളാണ് രൂപപ്പെട്ടത്. പ്രത്യേകിച്ച് സഹ്വ ഇസ്ലാമിയ അല്ലെങ്കിൽ സഹ്വ സലഫി എന്നൊക്കെ വിളിക്കപ്പെടുന്ന സൗദി സലഫിസം, അതിനെ സലഫി ഇഖ്വാനി സലഫി എന്നൊക്കെ വിളിക്കാറുണ്ട്. സൽമാൻ ഔദ അല്ലെങ്കിൽ സഫർ ഹവാലിനെ പോലുള്ള പണ്ഡിതന്മാർ മുഹമ്മദ് കുത്തുബിന്റെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഖ്വാന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും സലഫി മെത്രോളജിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് അവരുണ്ടായിരുന്നത്. ഇറാഖിൽ മറ്റൊരു തരത്തിലായിരുന്നു, ഫലസ്തീനിൽ ഒരു റെസിസ്റ്റൻസിന്റെ മെത്തേഡായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ രൂപീകരണത്തിൽ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ് എന്ന് തന്നെയാണ് അവർ ഹമാസിന് പേര് നൽകിയത്. അതുപോലെ തന്നെ ഈ സിറിയ, ലബനാൻ ഭാഗങ്ങളിൽ, ട്യൂണീഷ്യൻ ഭാഗങ്ങളിൽ ഫ്രഞ്ച്, ഇറ്റലി, ബ്രിട്ടീഷ് ആധിപത്യങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടെ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ ശക്തമായൊരു ഒരു ആൾട്ടർനേറ്റീവായി ഇസ്ലാമിനെ സമർത്ഥിക്കുന്ന ഒരു രീതിയിലായിരുന്നു, ഒരു ഐഡിയോളജിക്കൽ കോൺഫ്രണ്ടേഷനിലായിരുന്നു പ്രധാനമായും ഇഖ്വാനികൾ ആ ഭാഗത്തുണ്ടായിരുന്നത്. ചില ഭാഗങ്ങളിൽ സിറിയയിലൊക്കെ രക്തരൂക്ഷിതമായ ചില സമരങ്ങളിലേക്കും പോയത് നമുക്ക് കാണാം. ഹസൻ തുറാബിനെ പോലുള്ള ആൾക്കാർ സുഡാനിൽ അതിനേക്കാളും അപ്പുറം കുറച്ചും കൂടി ഒരു റെവല്യൂഷണറി ചിന്ത മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലങ്ങളൊക്കെയും നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം 1960കളുടെ സ്ത്രീകളുടെ സാമൂഹ്യ പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ
അദ്ദേഹത്തിൻ്റെ പിൻബലത്തോടു കൂടി ഉമർ അൽ ബഷീറിന്റെ നേതൃത്വത്തിൽ 1970കളുടെ അവസാനം പട്ടാള അട്ടിമറികൾ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായിരുന്ന ഭരണ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് നല്ല റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പട്ടാള അട്ടിമറി നടത്തണോ വേണ്ടയോ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് സയ്യിദ് മൗദൂദിനോടൊക്കെ ആ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, പട്ടാള അട്ടിമറി എന്നൊക്കെ പറയുന്നത് ക്ഷണികമാണ്, അത് തിരിച്ച് കൗണ്ടർ റെവല്യൂഷൻ ഉണ്ടാകും, ധാരാളം ഫിത്തിന, അത് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൂവുമാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് സയ്യിദ് മൗദൂദി പറയുന്നു. എന്നാൽ സുഡാനിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഹസൻ തുറാബി എന്നാൽ അത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തെ മാറ്റാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അത് വിനയാവുകയും അദ്ദേഹത്തെ തന്നെ ജയിലടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് രൂപപ്പെടുന്നത് കാണാം. പിന്നീട് ഉമർ അൽ ബഷീറിനെതിരെ ജനങ്ങൾ, ഇഖ്വാൻ അടക്കമുള്ള ആൾക്കാർ ശക്തമായി പ്രതിഷേധിക്കുകയും അങ്ങനെ അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഉമർ അൽ ബഷീറിനെ ഇപ്പോൾ വിചാരണ നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു 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 കോൺഫ്രണ്ടേഷന്റെ, ഒരു റെസിസ്റ്റന്റ് പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വിവിധ ഇഖ്വാനുകളെ നമുക്ക് കാണാം. ഇപ്പോൾ ലബനാനിൽ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലിബിയ പലതരത്തിൽ വിഘടിക്കപ്പെട്ട ഒരു നാടാണല്ലോ. അപ്പൊ ലിബിയയിലുള്ള ഒരു നോർത്തേൺ ലിബിയയിലെ ഭരിക്കുന്ന ഒരു വിഭാഗത്തിൽ ഇഖ്വാനികളുണ്ട്. തുർക്കിയുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ ഭരിക്കുന്നത്. ഞാൻ പറയുന്നത്, പലവിധ രാഷ്ട്രങ്ങളിൽ പലവിധ രീതികളിൽ പ്രവർത്തിക്കുന്ന ഇഖ്വാനി പ്രസ്ഥാനത്തെ കാണാം. ചില ഭാഗങ്ങളിൽ അവർ ആയുധം എടുക്കുന്നുണ്ട്, അതിൻ്റെതായ ഡെമോഗ്രഫി അതിന് കാരണമായി വരുന്നുണ്ട്. പൊതുവെ ഇഖ്വാൻ ആയുധം എടുക്കാതിരിക്കുക എന്നതിനും പീസിനും റെസൊല്യൂഷനും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന പാർട്ടികളാണ്. അത് അൾജീരിയയുടെ ചരിത്രത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അബ്ബാസ് മഹ്മൂദ് നഹ്നാനെയും അബ്ബാസ് മദനിനെ പോലുള്ള ആൾക്കാർ അൾജീരിയയിൽ ഇഖ്വാന്റെ ഒരു വളർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് നമുക്ക് കാണാം. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വിവിധ പാർട്ടികളുമായിട്ട് രക്തരൂക്ഷിത കലാപത്തിലേക്ക് പോലും അത് പോയി. അതുകൊണ്ട് തന്നെ ഇഖ്വാനികൾക്കിടയിൽ ഈ പറയുന്ന ഒരു ആയുധമെടുക്കുന്നതിനോടുള്ള ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ ഇഖ്വാനുകൾ പൊതുവെ സിവിൽ സ്റ്റേറ്റ്, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ചർച്ച നമുക്ക് കാണാം. അതുകൊണ്ടാണ് അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഈ ഈജിപ്തിൽ അവർ രൂപീകരിച്ച പാർട്ടിയിൽ പോലും ഹിസ്ബുൽ അദാല വൽ ഹുരിയ, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി എന്ന പദം കൊടുക്കുകയും അൽ ഇസ്ലാം ഹുവൽ ഹല്ലി എന്ന പദത്തെക്കാളും അപ്പുറം ഈ സിവിൽ സ്റ്റേറ്റ്, വെൽഫെയർ സ്റ്റേറ്റ്, അദ്ദൗല അൽ മദനിയ എന്ന് പറയുന്ന ഒരു ആശയങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് അവർ മാറുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ മുസ്ലിംനെസ് സൂക്ഷിക്കുന്ന, എന്നാൽ ഒരു തരത്തിലുള്ള ഒരു കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് AK പാർട്ടി, തുർക്കിയിലെ AK പാർട്ടി. അവര് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ പോലെ ഇഖ്വാനെ പോലെയോ എടുത്തു പറയാൻ പറ്റുന്ന പാർട്ടി അല്ല. കാരണം അവർക്കിടയിൽ ഫെമിനിസ്റ്റുകളുണ്ട്, ലിബറലുകളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരു ഫ്രെയിം വർക്ക് അവർ ഒരുക്കി കൊടുക്കുന്നത് അത് കൺസർവേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വീകരിച്ചുകൊണ്ടാണ്. അതിനവർ പറയുന്ന യൂറോപ്പിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് AK പാർട്ടി പറയുന്നത്. അതായത് വ്യക്തി ജീവിതത്തിൽ കൺസർവേറ്റീവുകളും മതകീയത സൂക്ഷിക്കുന്നവരും എന്നാൽ പൊളിറ്റിക്കലി ഡെമോക്രസി ഉൾക്കൊള്ളുന്നവരുമാണ് എന്നാണ് AK പാർട്ടി സ്വയം വാദിക്കുന്നത്. അപ്പൊ ആ തരത്തില് ഒരു മതകീയത, ഒരു പൊളിറ്റിക്കൽ അസേർഷൻ അവർക്ക് അവിടെ സ്ഥാപിക്കുന്നുണ്ട്. AK പാർട്ടി അവിടെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞത്, തുർക്കിയിൽ ഉണ്ടായിരുന്ന ഒരു ലേസിസ്റ്റ് സെക്യുലറിസം ഉണ്ടല്ലോ, ഫ്രഞ്ച് സെക്യുലറിസം, തീവ്രമായ സെക്യുലറിസത്തെ പുനർനിർവചനം നടത്തുകയും ഒരു മുസ്ലിം വ്യക്തിക്ക്, ഒരു തുർക്കി സിറ്റിസന് ഒരു പൊളിറ്റിക്കൽ അസേർഷൻ ഉറപ്പുവരുത്തുകയും ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ച് നമ്മൾ ഭരണഘടനയിൽ വാദിക്കുന്ന ഒരു വാദമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ തുർക്കിയിൽ ഇപ്പോൾ AKP പുനർനിർവചനത്തിന് ഉപയോഗിക്കുന്നത്. ആ പദം അവർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരുപോലെ അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ള, അവർക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു സെക്യുലറിസമാണ്, ഒരു അസർട്ടീവ് സെക്യുലറിസമാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് തുർക്കിയിലെ സെക്യുലറിസത്തിനെ ഈ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നവർ മോഡറേറ്റ് ഇസ്ലാമിസ്റ്റുകളാണ് തുർക്കിയിലെ AK പാർട്ടികൾ എന്ന് വിളിക്കാൻ കാരണം അവരുടെ ഈ പറയുന്ന സ്ട്രാറ്റജികളുടെ ഒരു പ്രത്യേകതയാണ്. അത് ഇങ്ങനെ വിവിധ ലോകങ്ങളിൽ ഈ AK പാർട്ടിയുടെ ഒരു ചിന്തകളിൽ ഇഖ്വാന്റെ ചിന്തകൾ ശക്തമായ സ്വാധീനമുണ്ട്. എൻ്റെ തുർക്കി എന്ന് പറയുന്ന ബുക്കിൽ ഈ പറയുന്ന തുർക്കിയിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ മൗലാന മൗദൂദിയുടെയും ഇഖ്വാന്റെയും ചിന്തകളെക്കുറിച്ച്, അവരുടെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ വിവിധ ലോകത്തെ ഇഖ്വാന്റെ സ്വാധീനം നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലും വിവിധ സ്ട്രാറ്റജികളിലും വിവിധ പോളിസികളിലുമാണ് വിവിധ മെത്തേഡുകളിലുമാണ് മുസ്ലിം ബ്രദർഹുഡ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതിനുശേഷം അവസാനമായി ഞാൻ പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. കാരണം ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇന്ന് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിലെ ഏകദേശം എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലും മുസ്ലിം സാമൂഹിക പ്രസ്ഥാനങ്ങളിലും സിവിൽ സൊസൈറ്റി മൂവ്മെന്റുകളിലും ഇഖ്വാനുൽ മുസ്ലിമൂൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചിന്തയുടെ ഒരു വിശദീകരണങ്ങൾ, നരേറ്റീവുകൾ നമുക്ക് കാണാം. ഈ പറയുന്ന പുതിയ എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ ലിറ്ററേച്ചറായിട്ട് ഇഖ്വാനി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെയോ ചിന്തകന്മാരുടെയോ ജമാഅത്ത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന പണ്ഡിതന്മാരുടെയും ചിന്തകന്മാരുടെയും രചനകളെ അവരുടെ ലിറ്ററേച്ചറായി ഏറ്റെടുത്തിരിക്കുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സൗത്ത് ഏഷ്യയിലെ പ്രത്യേകിച്ച് ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യയിൽ തന്നെ കാശ്മീരിലെ സ്വതന്ത്രമായ ജമാഅത്ത് ഇസ്ലാമി, ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇത്രയും സജീവമാവാൻ കാരണം മൗലാന മൗദൂദിയുടെ 1941 70-ൽ പരം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്വാധീനമാണ്. മൗദൂദി സാഹിബ്, ഈ മൗലാന മൗദൂദി ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നതിന്റെ പ്രധാന 3 കാരണങ്ങൾ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും കോളനി വൽക്കരണത്തിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടല്ല മൗദൂദി ജമാഅത്തിനെ സ്ഥാപിക്കുന്നത്. അതല്ലെങ്കിൽ ഖിലാഫത്തിന്റെ തകർച്ചയുടെ ഒരു റിപ്ലൈ എന്ന രീതിയിലുമല്ല. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിനെ ഒരു ഓൾട്ടർനേറ്റീവായി സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം. രണ്ടാമത്, ആ ഒരു സമയത്ത് ലോകത്ത് വെസ്റ്റേൺ ഐഡിയോളജി, വെസ്റ്റേൺ തിയോളജി, വെസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ സ്കൂൾ ഓഫ് തോട്ട്സ് ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു സുപ്രീമാസിസ്റ്റ് വേൾഡ് വ്യൂവിനെ ശക്തമായി വിമർശന വിധേയമാക്കുകയും അതിന് പകരമായി ഇസ്ലാമിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ പറയുന്ന എല്ലാ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യക്തിഗത വീക്ഷണങ്ങൾക്ക് ഇസ്ലാമിനുള്ളിൽ തന്നെ ഒരു അടിത്തറയുണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. അതിനാൽ തന്നെ അദ്ദേഹം സിസ്റ്റം തിയറികളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ സോഷ്യൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, സാമൂഹിക സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ ഐഡിയോളജി, IR തിയറി എന്ന് തുടങ്ങുന്ന എല്ലാ വിഷയങ്ങളുടെയും ഒരു സിസ്റ്റത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കാണാം. അതിന് എത്രത്തോളം എന്നാൽ സെയ്ദ് കുത്തുബിനെ പോലും ജാഹിലിയത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് മൗലാന മൗദൂദി തന്നെയാണ്. മൗലാന മൗദൂദിയുടെ ഇസ്ലാം ഓർ ജാഹിലിയത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം ഖുറാനിൽ പരാമർശിച്ച ജാഹിലിയത്തിനെ, 4 ജാഹിലിയത്തിനെ, പ്രത്യേകിച്ച് ഒന്ന് ഹുക്കുമുൽ ജാഹിലിയ, അനിസ്ലാമികമായ ചിന്തകളുടെ പേറ്റുപിടിക്കുന്ന ഒരു ജാഹിലിയത്ത്, അതിന് ബദലായി ഇസ്ലാമിന്റെ ഒരു നിയമത്തെയും ശരീഅത്തിനെയും സമർപ്പിക്കുക. രണ്ടാമത് തബറുജുൽ ജാഹിലിയ, സദാചാര വിരുദ്ധ ചർച്ചകളിൽ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു അദബ്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണം, അതിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന്, ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാംസ്കാരിക രൂപമാണ് എന്ന് അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിച്ചു. മൂന്നാമത് വന്നുൽ ജാഹിലിയാണ്. വിവിധ മാൻ മെയ്ഡ് ചിന്തകൾക്കും ഊഹാപോഹങ്ങൾക്കും ബദലായി ഇസ്ലാം എന്ന് പറയുന്ന ഹക്ക്, സത്യം ആണ് ബദലായി വെക്കേണ്ടതെന്ന് അദ്ദേഹം സംസാരിച്ചു. നാലാമതെന്ന് പറയുന്നത് ഹമിയത്തുൽ ജാഹിലിയ, വിദ്വേഷ വൈരാഗ്യ ചിന്തകൾക്ക്, അതായത് കമ്മ്യൂണലിസം, സെക്ടേറിയനിസം, സെപ്പറേറ്റിസം, ഈ പറയുന്ന തരത്തിലുള്ള വിവിധ വിദ്വേഷ വൈരാഗ്യ ചിന്തകൾക്കും അപ്പുറം ഇസ്ലാമിന്റെ സുൽഹ്, സിൽമ്, ഐക്യം, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സമാധാനം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുന്നോട്ട് വെക്കാൻ ശ്രമം നടത്തുക. ഈ തരത്തിൽ ഇസ്ലാമിന്റെ ഓൾട്ടർനേറ്റീവായി അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഖുർആൻ തന്നെ പരാമർശിച്ച നഖീമുദ്ദീൻ എന്ന് ഖുർആൻ തന്നെ പരാമർശിച്ച ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്. അതിന് അദ്ദേഹം ആദ്യം ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ളതാണ്, അതിന്റെ തന്നെ മറ്റൊരു പദമാണ് ഇഖാമത്തുദ്ദീൻ. ആ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത് കാണാം. അതിന്റെ ഭാഗമായി ഖിലാഫത്തിനെ അദ്ദേഹം ഹിസ്റ്റോറിക്കലി അവലോകനം ചെയ്തു. ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു ഖുലഫാ റാഷിദുടെ കാലഘട്ടം, പ്രത്യേകിച്ച് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുതലുണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുകയും അതിനെ ശക്തമായി വിമർശന വിധേയമാക്കുകയും പിന്നീട് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന നവോത്ഥാന ശ്രമങ്ങളെ അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട്. അത്
തജ്ദീദു ഇഹ്യാ ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചന, അതായത് ഇസ്ലാമിയ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയുണ്ട്. അതിൽ നവോത്ഥാനം, തജ്ദീദ് എങ്ങനെയാണ് നടക്കേണ്ടതെന്നും എങ്ങനെയാണ് നടന്നതെന്നും അത് ഖിലാഫത്തിനെ റോൾ മോഡലാക്കി വെച്ചുകൊണ്ടും പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നും അവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം ഇസ്ലാമും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അപ്രമാദിത്വമായിരുന്നുവെന്നും അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഖിലാഫത്തിനെ ഒരു വ്യക്തി കേന്ദ്രീകൃത ഡ്യൂട്ടി എന്ന നിലയിലും ഒരു സമൂഹത്തിന്റെ ഡ്യൂട്ടി എന്ന നിലയിലും ഒരുപോലെ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ജുംഹൂരി, ഖിലാഫത്തെ ജുംഹൂരി എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുന്ന ഒരു കളക്റ്റീവ് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം ഖിലാഫത്തിനെ കുറിച്ച് സംസാരിച്ചത്. ഇവിടെ സംസാരിക്കുമ്പോഴും എപ്പോഴും അദ്ദേഹം ദഅവത്തിനെയാണ് മുന്നിൽ വെക്കുന്നത്. ഒരു ബോട്ടം അപ്പ് പ്രോസസ്സാണ്. ഒരു വ്യക്തി, കുടുംബം, സമൂഹം, ദേശത്തിന്റെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ്, അല്ലാതെ ഒരു സ്റ്റേറ്റിക് ചിന്തയെക്കുറിച്ചല്ല അദ്ദേഹം ഒരിക്കലും സംസാരിച്ചത്. കാരണം ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുമ്പോൾ എങ്ങനെ ആവണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനെക്കുറിച്ച് കിതാബുകൾ എഴുതി. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്ന അതിന്റെ വളരെ ഫേമസ് കിതാബുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നിരവധി രചനകളുണ്ട്. പക്ഷെ അതേ സമയം തന്നെ എങ്ങനെയാണ് സമൂഹത്തിന്റെ പരിഷ്കരണം ഉണ്ടാവേണ്ടതെന്ന് അദ്ദേഹം ചിന്തിച്ചതും പ്രബോധനം അതിന്റെ യഥാർത്ഥ അടിത്തറയായി മാറണമെന്ന് അദ്ദേഹം ചിന്തിച്ചത് നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത പേറിയ വിവിധ വിഭാഗങ്ങൾ ഇസ്ലാമിക ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ പല പേരുകളിൽ വിവിധ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും മൗലാന മൗദൂദിയുടെയും പ്രത്യേകിച്ച് ഇഖ്വാനി പണ്ഡിതന്മാരുടെ ആശയങ്ങൾ പേർന്ന വിവിധ ഗ്രൂപ്പുകൾ ലോകത്തുണ്ടായത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് സലഫികൾ. അവരും പല തരത്തിലുള്ള ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തൗഹീദിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നേരിടപെടലുകൾ വിരുദ്ധമായി മാറിയെങ്കിൽ പോലും അറബ് സ്പ്രിങ്ങിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഹിസ്ബുൻ നൂർ ഈജിപ്തിലുണ്ടായ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കാരണം അറബ് സ്പ്രിംഗ് ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരിക്കലും ഭരണകൂട വിരുദ്ധത പാടില്ല എന്ന് പറയുന്ന ഒരു വിഷയം തിയോളജിക്കലായി സമർത്ഥിക്കാൻ ശ്രമിച്ചവരായിരുന്നു അവർ. കാരണം ഭരണകൂടത്തെ എതിർക്കാൻ പാടില്ല, ഭരണകൂടം ഉലുൽ അമ്രാണ്, ഖുറാൻ പരാമർശിച്ച അധികാരം നിർവഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. എന്നാൽ അറബ് സ്പ്രിംഗ് ഉണ്ടാവുകയും ഈജിപ്തിന്റെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ആ സാഹചര്യം കണ്ടുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോലും അവർ നയങ്ങൾ മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സലഫികൾ പല ഭാഗത്തും പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഫലസ്തീനിൽ, ഗസയിലടക്കം നമുക്ക് അവരുടെ സാന്നിധ്യം കാണാം. അങ്ങനെ അവരും എത്രത്തോളം എന്നാൽ അവരും അവരുടെ ഒരു കാലിക പശ്ചാത്തലം അനുസരിച്ച് കൊണ്ടിട്ടുള്ള പോളിസി മാറ്റങ്ങൾക്ക് സലഫികൾ പോലും തയ്യാറാണ്. അവർക്കിടയിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്, വളരെ വേരിയന്റ് ആണ്, വേരിയസ് ആയ ചിന്ത പുലർത്തുന്നവരാണ് അവർ. മറ്റൊന്നാണ് ഹിസ്ബുത്ത് തഹ്രീർ, തഖിയുദ്ദീൻ നബ്ഹാനി എന്ന് വിളിക്കപ്പെടുന്ന ഫലസ്തീനിയൻ പണ്ഡിതന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഖിലാഫത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വാദിച്ച ഒരു വിഭാഗമാണ്. പക്ഷെ അവരുടെ പല പ്രവണതകളും കൂടുതൽ എക്സ്ട്രീമായി ചിത്രീകരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും പലപ്പോഴും അങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായി പല രാഷ്ട്രങ്ങളും അവരെ ബാൻ ചെയ്തത് പോലും കാണാം. പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാർ പോലും ഹിസ്ബുത്ത് തഹ്രീറിന്റെ നീക്കങ്ങളോട് ശക്തമായ വിമർശനങ്ങളും പുലർത്തുന്നുണ്ട്. ഈ തരത്തിൽ ലോകത്തിന്റെ വിവിധ പാർട്ടികളിൽ, വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സജീവമാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിസം എന്ന പദത്തിൽ ഇവരെല്ലാം ഉൾക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞത് സുന്നി പ്രസ്ഥാനങ്ങളെ കുറിച്ച് മാത്രമാണ്. ഹിസ്ബുള്ള അടക്കമുള്ള അതുപോലെ തന്നെ ഹൂത്തികൾ അടക്കമുള്ള വിവിധ ഷീ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക ലോകത്ത് സജീവമാണ്. അവരും ഒരു മുസ്ലിം റെപ്രസെന്റേഷൻ, പൊളിറ്റിക്കൽ അസേർഷൻ, അതുപോലെ തന്നെ തിയോളജിക്കലി തന്നെ വാദിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള മുസ്ലിം സമൂഹത്തിലുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട്. അവരെയൊക്കെയും അവരുടെ ജിയോഗ്രഫി, അവരുടെ ഡെമോഗ്രഫി, അവരുടെ സാമൂഹിക ചരിത്ര പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ടാണ് അളക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതല്ല എങ്കിൽ അത് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വായനയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.